തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം ഉണ്ടായ കഥ അറിയാമോ? സൂര്യവംശത്തിലെ രാജാവായിരുന്ന മാന്ധാതാവ് രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് ലോകം മുഴുവൻ ചുറ്റി. അങ്ങനെ അങ്ങാടിപ്പുറത്ത് എത്തിയ അദ്ദേഹം ശിവനെ തപസ്സനുഷ്ഠിച്ചു. ശ്രീപരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരവും ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗമാണ് തനിക്ക് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ ആ ശിവലിംഗം ശ്രീ പാർവതിയുടെ കയ്യിൽ ആണെന്ന് അറിയാവുന്ന ശിവൻ ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ പാർവതി അറിയാതെ ജ്യോതിർലിംഗം മഹർഷിക്ക് സമ്മാനിച്ചു. ജ്യോതിർലിംഗം നഷ്ടപ്പെട്ടതായി അറിഞ്ഞ പാർവതി ഭദ്രകാളിയായി. നഷ്ടപ്പെട്ട ശിവലിംഗം തിരിച്ചുകൊണ്ടുവരാൻ ശിവഗണങ്ങളുടെ കൂടെ ദേവി പുറപ്പെട്ടു. ഭദ്രകാളി മഹർഷിയെ സ്നേഹപൂർവ്വം അനുനയിപ്പിച്ച് ജ്യോതിർലിംഗം വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതോടെ ശിവഗണങ്ങൾ മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചു. ഉഗ്രരൂപം പൂണ്ട ഭദ്രകാളി ബലമായി ശിവലിംഗം എടുത്തുകൊണ്ടുപോകുവാൻ നോക്കി. മഹർഷി ശിവലിംഗം വിട്ടുകൊടുക്കാതെ ഇറുക്കിപ്പിടിച്ചു. ഈ വടം വലിയിൽ ജ്യോതിർലിംഗം രണ്ടായി പിളർന്നു. ശ്രീമൂലസ്ഥാനത്ത് ശിവലിംഗം ഇന്നും പിളർന്ന രീതിയിൽ കാണപ്പെടുന്നു.